അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലെറ്റ് ടി ബി ദ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് in a plane with r in say relation in t given by r equal to t1 comma t2 where t1 is congruent to t2 show that r is an equivalence relation. അപ്പോൾ ഇക്വലൻസ് റിലേഷൻ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്ത് കാണിക്കേണ്ടത്. എവിടെയാണ് ഈ സെറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? സെറ്റ് ടി എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇറ്റ്സ് എ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ഇൻ എ പ്ലെയിൻ. അപ്പോൾ ടി എന്തുവാണ്? ടി എന്ന് പറയുന്നത് ഇറ്റ്സ് എ സെറ്റ് ഓഫ് ഓൾ ട്രയാങ്കിൾസ് ഇൻ എ പ്ലെയിൻ. ടി ഈസ് ഈക്വൽ ടു set of all triangles in a plane. ഒരു പ്ലെയിനകത്തുള്ള ട്രയാങ്കിൾസിൻ്റെ സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടി എന്ന് വിളിക്കുന്നത്. ഇനി ഈ ടി എന്ന് പറയുന്ന സെറ്റിനകത്ത് നമ്മളൊരു റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. വിത്ത് ആർ ഈസ് എ റിലേഷൻ ഇൻ ടി ഗിവൺ ബൈ ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓർഡേർഡ് പെയർ t1 comma t2 such that t1 is congruent to t2. ഇതിങ്ങനെ വേർഡ്സിൽ എഴുതുന്നത് പോലെ സിമ്പിൾ ഉണ്ട് ഇതിന് കോൺഗ്രുവൻസിക്ക്. അതായത് t1 ഈസ് കോൺഗ്രുവൻറ്റ് ടു t2. നമുക്കിങ്ങനെ ആലോചിച്ചാലും മതി, ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്താലും മതി. ഓക്കെ, അപ്പോൾ എന്താ രണ്ട് ട്രയാങ്കിൾ കോൺഗ്രുവൻ്റ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല. നമ്മളിപ്പോൾ രണ്ട് ട്രയാങ്കിൾ എടുക്കണമെന്ന് വെച്ചോളൂ. t1 എന്നും t2 എന്നും പറഞ്ഞിട്ട് രണ്ട് ട്രയാങ്കിൾ എടുത്തു. ഓക്കെ, ഈ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് എല്ലാം സെയിം ആയിരിക്കണം, ഇതിൻ്റെ ആംഗിളും ഒന്നുപോലെ ആയിരിക്കണം. ആംഗിൾ ആൻഡ് സൈഡ്സ് സെയിം ആവുന്നതിനെയാണ് നമ്മൾ കോൺഗ്രുവൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ t1 ഈസ് കോൺഗ്രുവൻ്റ് ടു t2 എന്ന് പറയാം. പിന്നെ കുഞ്ഞുങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ട്രയാങ്കിളിൻ്റെ മുകളിൽ t1ൻ്റെ മുകളിൽ t2നെ എടുത്ത് വെച്ചാൽ അത് എക്സാക്റ്റ് ആയിട്ട് ഫിറ്റ് ആയിട്ടിരിക്കും. അങ്ങനത്തെ ട്രയാങ്കിളുകളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോൺഗ്രുവൻ്റ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. നമുക്ക് ഇനി ഇവിടെ എന്താ ഇക്വലൻസ് റിലേഷൻ എന്ന് പ്രൂവ് ചെയ്യണം. ഇക്വലൻസ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? ഈ റിലേഷൻ ആർ ഇൻ എ സെറ്റ് എ ഈസ് സെഡ് ടു ബി ആൻ ഇക്വലൻസ് റിലേഷൻ ഇഫ് ആർ ഈസ് റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. അപ്പോൾ ഈ മൂന്ന് പേരും റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ റിഫ്ലെക്സീവ് ആണെന്നുള്ളതിൻ്റെ കണ്ടീഷൻ എന്തുവാണ്? നമ്മൾ എപ്പോഴത്തെയും പോലെ ആദ്യം കണ്ടീഷൻ എഴുതി വെച്ചിട്ടേ നമ്മൾ ബാക്കി പ്രോബ്ലം ചെയ്യത്തുള്ളൂ. അതായത് എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ ആണെങ്കിൽ എ കോമ എയും എന്തിലുണ്ടായിരിക്കും? റിലേഷൻ സെറ്റിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിഫ്ലെക്സീവ് എന്ന് പറയാം. അപ്പോൾ നോക്കിക്കേ, t1 എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ എവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ഇത് നമ്മുടെ ടി എന്ന് പറയുന്ന സെറ്റിനകത്ത് ഉണ്ട്. t1 എന്നുള്ള ട്രയാങ്കിൾ നമ്മൾ എടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ടി കോമ t1 എവിടെ ഉണ്ടായിരിക്കണം? ആ റിലേഷൻ സെറ്റിനകത്ത് ഉണ്ടായിരിക്കണം. റിലേഷൻ സെറ്റിനകത്ത് ഉണ്ടെന്ന് നോക്കാം. ഇഫ് t1 ബിലോങ്സ് ടു ടി. ഓക്കെ, t1 എന്ന് പറയുന്നത് ടിയിലുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ റിലേഷൻ സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ദെൻ t1 t1 belongs to R implies t1 is congruent to t1. ശരിയല്ലേ? നമുക്കറിയാം ഒരു ട്രയാങ്കിൾ അതിനോട് കോൺഗ്രുവൻ്റ് ആണ്. ഈ ട്രയാങ്കിൾ എന്ന് പറയുന്നത് അത് അതിനോട് കോൺഗ്രുവൻ്റ് ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ t1 ഈസ് കോൺഗ്രുവൻ്റ് ടു t1 ആണ്. t1 ഒരു ട്രയാങ്കിൾ അതിനോട് കോൺഗ്രുവൻ്റ് ആയതുകൊണ്ട് t1 കോൺഗ്രുവൻ്റ് ടു t1 നമുക്ക് എഴുതാമല്ലോ. therefore t1 കോൺഗ്രുവൻ്റ് ടു t1 ആണെങ്കിൽ ഇതെന്തായി മാറും? t1 t2 ബിലോങ്സ് ടു R എന്നല്ലേ ആവുന്നത്. അപ്പോൾ t1 t2 ബിലോങ്സ് ടു R ആണ്. therefore ക്യാപിറ്റൽ R ഈസ് റിഫ്ലെക്സീവ്. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആണ്. ഇനി അടുത്ത് ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് സിമെട്രിക്കിൻ്റെ കണ്ടീഷനാണ് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ സിമെട്രിക്കിൻ്റെ ശരിക്കുള്ള കണ്ടീഷൻ എന്തുവാണ്? ഇഫ് എ കോമ ബി ബിലോങ്സ് ടു ആർ ദെൻ ബി കോമ എ ബിലോങ്സ് ടു ആർ. ഇതാണ് നമ്മുടെ സിമെട്രിക്കിൻ്റെ ഒറിജിനൽ കണ്ടീഷൻ. ഇവിടെ നമുക്ക് എന്തുവാ? ട്രയാങ്കിൾ ആണ് നമ്മുടെ കഥാപാത്രം. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എങ്ങനെയാണ് വരേണ്ടത്? ഇഫ് t1 t2 ബിലോങ്സ് ടു ആർ ദെൻ t2 t1 ഓൾസോ ബിലോങ്സ് ടു ആർ എന്ന് പ്രൂവ് ചെയ്യണം. പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഇഫ് t1 t2 ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് t1 t2 എന്ന് പറയുന്നത് ആറിലുണ്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആറിലുള്ള റിലേഷൻ സെറ്റിനകത്തുള്ള ട്രയാങ്കിളുകളെല്ലാം എന്താണ്? കോൺഗ്രുവൻ്റ് ആണ്. ദാറ്റ് ഈസ് t1 ഈസ് കോൺഗ്രുവൻ്റിൻ്റെ സിമ്പിൾ എങ്ങനെയാണ്? കോൺഗ്രുവൻ്റ് ടു t2. അത് നോട്ട് കോൺഗ്രുവൻ്റ് എന്നല്ല. t1 ഈസ് കോൺഗ്രുവൻ്റ് ടു t2. t1 ഒരു ഈ ട്രയാങ്കിൾ t1ൻ്റെ മുകളിൽ t2 വയ്ക്കുന്നത് t2ൻ്റെ മുകളിൽ t1 വെച്ചാൽ അത് ഒന്നുപോലെ തന്നെ ഇരിക്കും. അപ്പോൾ t1 കോൺഗ്രുവൻ്റ് ടു t2 എന്ന് പറഞ്ഞാലും t2 കോൺഗ്രുവൻ്റ് ടു t1 എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയല്ലേ? അപ്പം t2 കോൺഗ്രുവൻ്റ് ടു t1 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? t2 t1 ബിലോങ്സ് ടു R എന്ന് പറയാം. അപ്പം നമ്മുടെ സിമെട്രിക്കിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലേ? t1 t2 ബിലോങ്സ് ടു റിലേഷനാണ്. അതേപോലെ t2 t1 എന്തിലുണ്ട്? റിലേഷൻ സെറ്റിലുണ്ട്. therefore ഇത് എന്തുവാണ്? therefore ക്യാപിറ്റൽ R ഈസ് സിമെട്രിക്. R എന്ന് പറയുന്ന ആൾ സിമെട്രിക് ആണ്, സിമെട്രിക് റിലേഷനും ആണ്. ഇനി നമുക്ക് ഇക്വലൻസ് റിലേഷൻ ഒരാളെ കൂടെ പ്രൂവ് ചെയ്യാനുണ്ട്. അത് എന്തുവാണ്? ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ എ കോമ ബി ബിലോങ്സ് ടു ആർ ആൻഡ്
ബി കോമ സി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ ദെൻ എ കോമ സിയും എവിടെ ഉണ്ടാവണം? ആറിൽ ഉണ്ടാവണം. ഇപ്പോൾ ഇക്വലൻസ് റിലേഷൻ ആണെങ്കിൽ ഈ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ എടുക്കുവാണ് ഇഫ് T1, T2 എന്ന് പറഞ്ഞാൽ രണ്ട് ട്രയാങ്കിൾ എടുത്തു. ഇൻ ആർ ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞ റിലേഷൻ സെറ്റിലുണ്ട്. ആൻഡ് T2 ഇവിടെ തീരുന്നതിന് അടുത്ത് തുടങ്ങേണ്ടത് T2, T3 ഓൾസോ ബിലോങ്സ് ടു റിലേഷൻ സെറ്റ്. അതും റിലേഷൻ സെറ്റിലുണ്ട്. അതായത് ഒരു വേറൊരു ട്രയാങ്കിൾ കൂടെ നമ്മൾ എടുത്തു, അതിൻ്റെ പേര് T3 ആണെന്ന് വിചാരിക്കും. ഓക്കെ, T1, T2 ബിലോങ്സ് ഇൻ റിലേഷൻ സെറ്റ് ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ മീനിങ് എന്താ? T1, T2 ആറിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ T1 ഈസ് കോൺഗ്രുവൻറ്റ് ടു T2. T1 എന്തുവാണ്? കോൺഗ്രുവൻറ്റ് ടു T2 ആണ്. ആൻഡ് അപ്പോൾ T2, T3 ആറിലുണ്ടെന്ന് പറഞ്ഞാൽ അതെന്താ എഴുതേണ്ടത്? T2 ഈസ് കോൺഗ്രുവൻറ്റ് ടു T3. ഓക്കെ, അപ്പം T2 എന്തുവാണ്? T3ക്ക് കോൺഗ്രുവൻ്റ് ആണ്. അപ്പോൾ T1 T2ന് കോൺഗ്രുവൻ്റ് ആണ്, T2 T3ക്ക് കോൺഗ്രുവൻ്റ് ആണെങ്കിൽ T1ഉം T3 എന്തായിരിക്കും? കോൺഗ്രുവൻ്റ് ആയിരിക്കും. Therefore T1 ഈസ് കോൺഗ്രുവൻറ്റ് ടു T3. T1 കോൺഗ്രുവൻറ്റ് ടു T3 ആണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഓർഡേർഡ് പെയർ T1, T3 ബിലോങ്സ് ടു ആർ എന്ന് പറയാം. ഇപ്പം നമ്മുടെ കണ്ടീഷൻ ആയില്ലേ ട്രാൻസിറ്റീവിൻ്റെ? ഇഫ് T1, T2 ബിലോങ്സ് ടു ആർ ആൻഡ് T2, T3 ബിലോങ്സ് ടു ആർ, ദെൻ T1, T3 ഓൾസോ ബിലോങ്സ് ടു ആർ. Therefore ക്യാപിറ്റൽ ആർ ഈസ് എന്തുവാണ്? ട്രാൻസിറ്റീവ് ആണ്. ക്യാപിറ്റൽ ആർ ഈസ് ട്രാൻസിറ്റീവ്. സിൻസ് capital R is reflexive, symmetric and transitive, we can say capital R is an equivalence relation. Capital R എന്ത് തരം റിലേഷൻ ആണ്? equivalence relation ആണ് നമുക്ക് പറയാം. Capital R is an equivalence relation. ഓക്കെ, അടുത്ത സെറ്റ് ഓഫ് പ്രോബ്ലംസിലേക്ക് നമുക്ക് പോകാം. അപ്പം ഇന്നത്തെ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ let L be the set of all lines in a plane and R be the relation in L defined as R is equal to set ordered pair L1, L2 such that L1 is perpendicular to L2. Show that R is symmetric but neither reflexive nor transitive. അതായത് നമുക്ക് എന്തൊക്കെയാണ് കാണിക്കേണ്ടത്? ആറ് സിമെട്രിക് ആണെന്ന് കാണിക്കണം. പിന്നെ എന്തെന്നല്ലാന്ന്? റിഫ്ലെക്സീവ് അല്ല, ട്രാൻസിറ്റീവ് അല്ല. അപ്പം നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. ഓക്കെ, അതിന് മുമ്പേ ഇവിടെ നമ്മുടെ സെറ്റ് റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റ് ഏതാണ്? എൽ എന്ന് പറയുന്ന സെറ്റിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൽ എന്ന് പറയുന്ന സെറ്റ് എന്താണ്? എൽ ബി ദ സെറ്റ് ഓഫ് ഓൾ ലൈൻസ് ഇൻ എ പ്ലെയിൻ. അതായത് ഒരു പ്ലെയിനിൽ കുറേ ലൈൻ വരച്ചിട്ടുണ്ടെങ്കിൽ ആ ലൈൻസിൻ്റെ സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എൽ എന്ന് പറയുന്നത്. അപ്പോൾ എൽ ഇസ് ഈക്വൽ ടു എന്തുവാണ്? എൽ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ലൈൻസ് ഇൻ എ പ്ലെയിൻ. ഒരു പ്ലെയിനിലുള്ള ഒരു ലൈൻ്റെ സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ക്യാപിറ്റൽ ലെറ്റർ എൽ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഈ ലൈൻസിൻ്റെ ഒരു കുറേ ലൈൻ ഇങ്ങനെ വരച്ചത് ഒരു പ്ലെയിനിലുണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യുവാണ്? ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. എന്താണ് ആ റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓർഡേർഡ് പെയർ L1, L2. ഓർഡേർഡ് പെയർ L1, L2 എന്ന് എടുത്തിരിക്കുന്നത്. ഇവർ തമ്മിലുള്ള ബന്ധം എന്തുവാണ്? സച്ച് ദാറ്റ് L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2. L2ന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. നമുക്കിതിനെ വേണമെങ്കിൽ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം കേട്ടോ. L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2. ഇത് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി മാത്രം എഴുതിയതാണ്. ആർ ഇസ് ഈക്വൽ ടു L1 ഈസ് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള, അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്, ഇത് ഇങ്ങനെ ഒരു ലൈൻ വരുവാണ്. ഇതിപ്പോൾ L1 ഇത് L2 ആണെങ്കിൽ ഇപ്പോൾ പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ അങ്ങനെയുള്ള റിലേഷൻ മാത്രം. പക്ഷേ ഇതെല്ലാം ലൈൻസാണ്. ഞാൻ ഈ പ്ലെയിനിൽ ഇട്ടേക്കുന്ന കുറേ ലൈൻസാന്ന് വെച്ചോളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവർ തമ്മിൽ ഇത് L1, ഇത് L2, ഇത് L3, ഇത് L4 ആണെന്ന് വിചാരിക്കുക. L1ഉം L3യും ഈ റിലേഷനിൽ വരുമോ? വരത്തില്ല. കാരണം എന്താ? അവ തമ്മിൽ പാരലലായിട്ടാണ് കിടക്കുന്നത്, അവർ പെർപെൻഡിക്കുലർ അല്ല. പക്ഷേ L1ഉം L2ഉം പോയേക്കുന്നുണ്ടോ? പെർപെൻഡിക്കുലർ ആയിട്ടാണ്. അപ്പോൾ L2 പെർപെൻഡിക്കുലർ ടു L1 ആണ്, L1 L2ന് പെർപെൻഡിക്കുലർ ആണ്. അതുപോലെ L3ക്ക് L1 പെർപെൻഡിക്കുലർ, L2 ഇത് L2 ആണെങ്കിൽ ഇത് പെർപെൻഡിക്കുലർ ആണ്, ഇതിനും പെർപെൻഡിക്കുലർ ആണ്. ഇവ തമ്മിൽ പെർപെൻഡിക്കുലർ ആണ്, ബട്ട് ഇത് തമ്മിൽ പെർപെൻഡിക്കുലർ അല്ല. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മളൊരു പ്ലെയിനകത്ത് ഇങ്ങനെ കുറേ പേന എടുത്തിട്ടപ്പോൾ ഉണ്ടായ ഈ ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങനെയൊക്കെ വീഴത്തില്ലേ? ആ വീഴുന്നതനുസരിച്ചിട്ടാണ് ഈ സെറ്റിനകത്ത് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കിനി ഇതിനകത്ത് പ്രോബ്ലം ചെയ്ത് നോക്കാം. നമുക്ക് ആദ്യം നമ്മൾ എന്തൊക്കെ പറഞ്ഞിരിക്കണം? നമുക്ക് നമ്മുടെ ഓർഡറിൽ തന്നെ പോകാം. റിഫ്ലെക്സീവ്, ട്രാൻസിറ്റീവ്, സിമെട്രിക് ഓരോന്നായിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പഠിച്ചു വെച്ചിട്ടുണ്ട്. റിഫ്ലെക്സീവിൻ്റെ കണ്ടീഷൻ എന്തുവാണ്? റിഫ്ലെക്സീവ് റിലേഷൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കണം? നമ്മൾ എക്കകത്തുള്ള ഏതൊരു എലിമെൻ്റ് എടുത്താലും അതിൻ്റെ മിറർ ഇമേജ് A, A റിലേഷൻ സെറ്റിൽ ഉണ്ടാവണം.
അങ്ങനെയാണെങ്കിൽ നമ്മൾ അങ്ങനത്തെ റിലേഷൻ എന്തെന്ന് പറയും? റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറയും. ഓക്കെ, ഇപ്പം തന്നെ നോക്കിയേ, നമുക്ക് L1 എന്ന് പറയുന്നത്, നമുക്ക് ഈ L എന്ന് പറയുന്ന സെറ്റിനകത്ത് L1 L2 എന്ന് പറഞ്ഞ് കുറേ L1 L2 L3 എന്ന് പറഞ്ഞിട്ട് കുറേ ലൈൻസ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഇതിൽ നമുക്ക് L1 എന്ന് പറയുന്ന ഒരു ലൈൻ എടുക്കാം. ആ L1 എന്ന് പറയുന്ന ഒരു ലൈൻ എടുക്കുമ്പം അത് അതിനോട് എപ്പോഴെങ്കിലും ഇങ്ങനെ ഞാനൊരു ഇതാണ് L1, ഇതിന് ഇതേപോലെ ഒരു L1 ഇനി വേറെ ഇതിനോട് പെർപെൻഡിക്കുലർ ആണോ? അല്ല, ഇതിനോട് ഇങ്ങനെ പാരലായിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ ഇത് എന്തല്ല, ഇതിനോട് പെർപെൻഡിക്കുലർ അല്ല, നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഇവിടുത്തെ കണ്ടീഷൻ പെർപെൻഡിക്കുലർ ആയത് കാരണം. അപ്പം എന്തുവാണ്? എങ്ങനെ പറയാം നോക്കിക്ക്, ഒരിക്കലും ഒരു ലൈൻ അതിനോട് പെർപെൻഡിക്കുലർ ആവത്തില്ല. ഈ ഒരു കണ്ടീഷനാണ് ഓർമ്മിക്കേണ്ടത്. അപ്പം നമ്മൾ സപ്പോസ് ഇത് L1 എന്ന് പറഞ്ഞൊരു ലൈൻ എടുത്തു എന്ന് വെച്ചോളൂ. L1 എന്ന് പറഞ്ഞാൽ L-നകത്തുള്ള ഒരു എലിമെന്റ് എടുത്തു, ഇതുപോലെ ഒരിക്കലും എന്താകത്തില്ല, L1, L1 എന്ന് എഴുതാൻ നമുക്ക് ഇവിടെ പറ്റത്തില്ല. കാരണം ഒരിക്കലും L1 എന്താവത്തില്ല, പെർപെൻഡിക്കുലർ ആവത്തില്ല. അപ്പം അത് റിലേഷൻ സെറ്റിനകത്തില്ല. ഇതെങ്ങനെ നമുക്ക് പറയാൻ പറ്റുക? ഓക്കെ, എ ലൈൻ cannot be perpendicular to itself. അത് അതിനോട് ഒരു ലൈൻ ഒരിക്കലും ആ ലൈനിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കത്തില്ല. therefore here R is not reflexive. R എന്തല്ല? റിഫ്ലെക്സീവ് അല്ല. മനസ്സിലായില്ലേ? ഞാനൊരു എക്സാമ്പിൾ എടുത്ത് ഇങ്ങനെ ലൈൻ ഇട്ട് കാണിച്ചു തന്നു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് ചെക്ക് ചെയ്യാൻ പോകുന്നത്, നമ്മൾ എപ്പോഴും റിഫ്ലെക്സീവ് കഴിഞ്ഞിട്ട് അടുത്ത് പഠിച്ചിരിക്കുന്നത് എന്തുവാണ്? റിഫ്ലെക്സീവ് കഴിഞ്ഞ് സിമെട്രിക് റിലേഷനാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സിമെട്രിക് റിലേഷൻ്റെ കണ്ടീഷൻ എഴുതാം. അപ്പോൾ സിമെട്രിക് റിലേഷൻ്റെ കണ്ടീഷൻ എന്തുവാണ്? സിമെട്രിക് റിലേഷൻ്റെ കണ്ടീഷൻ മൊത്തം എഴുതി വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. ഓക്കെ, സിമെട്രിക് റിലേഷൻ. സിമെട്രിക് റിലേഷൻ്റെ കണ്ടീഷൻ എന്തുവാണ്? ഇഫ് A, B belongs to R, then അതിനെ തിരിച്ചെഴുതുന്ന ആൾ എന്തുവാണ്? B, A. B, Aയും റിലേഷൻ സെറ്റിനകത്ത് ഉണ്ടായിരിക്കണം. അപ്പം നമുക്കിവിടെ L1 L2 എന്ന് പറഞ്ഞ് രണ്ട് എലമെൻറ്റ്സ് എടുക്കാം. ഈ L1 L2 എന്ന് പറഞ്ഞ രണ്ട് എലമെൻറ്റ്സ് എന്തുവാണ്? റിലേഷൻ സെറ്റിനകത്ത് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പോൾ ആ L1 L2, ഇത് L1ഉം ഇത് L2 ആണെന്ന് വിചാരിക്കും. L1ഉം L2. ഈ L1 പെർപെൻഡിക്കുലർ ടു L2 ആണ്. അപ്പോൾ അതേപോലെ L2നെ കൺസിഡർ ചെയ്യുമ്പോൾ L2 എന്താണ്? പെർപെൻഡിക്കുലർ ടു L1 ആണ്. ഈ ഫിഗർ ഇങ്ങനെ വരച്ച് കാണിക്കുമ്പോൾ നമുക്കൊക്കെ കാര്യം മനസ്സിലാവുന്നത്. L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2, L2 L1ന് പെർപെൻഡിക്കുലർ ആണ്. അങ്ങനെ നെടുകെ പോകുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അത് പെർപെൻഡിക്കുലർ ആണ്. അപ്പം ഈ സിമെട്രിക് റിലേഷൻ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി ഇതിന് എങ്ങനെയാണ് നമുക്ക് വേർഡ്സിൽ എഴുതുന്നതെന്ന് കാണിക്കട്ടെ. ഓക്കെ, നമുക്കിതിവിടെ ഇങ്ങനെ ഇരുന്നോട്ടെ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലൊരെണ്ണം L1ഉം ഒരെണ്ണം എന്തുവാണ്? L2 ആണെന്ന് വിചാരിക്കാം. അപ്പം നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇഫ് L1, L2 ബിലോങ്സ് ടു R, L1 L2 എന്ന് പറയുന്നത് ആറിലുണ്ടെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2. L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2 എന്ന് വേർഡ്സിൽ എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ സിമ്പിളിൽ എഴുതിയാലും മതി. വിച്ച് ഇംപ്ലൈസ് L1 ഈസ് പെർപെൻഡിക്കുലർ ടു L2. ഇതിപ്പോൾ റോൾ ചെയ്ത് ഇങ്ങോട്ട് വന്നു അല്ലേ? ആ റോൾ ചെയ്ത് വന്നിട്ട് പോലും അത് എന്ത് തന്നെയാണ്? പെർപെൻഡിക്കുലർ തന്നെയാണ്. അപ്പോൾ ഇത് തിരിച്ച് പറയുവാണെങ്കിൽ L1 പെർപെൻഡിക്കുലർ ടു L2 എന്ന് പറയുമ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ L2 എന്ത് തന്നെയാണ്? L1ന് പെർപെൻഡിക്കുലർ ആണ്. പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം? വിച്ച് ഇംപ്ലൈസ് L2 ഈസ് പെർപെൻഡിക്കുലർ ടു L1. അപ്പോൾ L2 പെർപെൻഡിക്കുലർ ടു L1 ആണെങ്കിൽ ഇതിൻ്റെ മീനിങ് എന്താ? L2 പെർപെൻഡിക്കുലർ ടു L1 ആണെങ്കിൽ L2, L1 ബിലോങ്സ് ടു ആർ എന്നാ. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ലേ? എ ബി ബിലോങ്സ് ടു ആർ ആണെങ്കിൽ ബി എ ഓൾസോ ബിലോങ്സ് ടു ആർ. അപ്പോൾ അതനുസരിച്ചാണെങ്കിൽ L1 L2 ബിലോങ്സ് ടു ആർ ആണെങ്കിൽ നമുക്കിപ്പോൾ തിരിച്ചു എങ്ങനെ കിട്ടി? L2 L1ഉം ആറിലുണ്ട്. therefore എന്ത് പറയാം? therefore ക്യാപിറ്റൽ R ഈസ് സിമെട്രിക്. അപ്പോൾ അതിനെ അവർ ആദ്യം പറഞ്ഞിരിക്കണില്ലേ? ആറ് സിമെട്രിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആദ്യം ആറ് റിഫ്ലെക്സീവ് ആണോ നോക്കി, ഇപ്പോൾ സിമെട്രിക്കാന്ന് നോക്കി. അപ്പോൾ ആറ് സിമെട്രിക് റിലേഷൻ ആണെന്ന് നമുക്ക് കിട്ടി. ബട്ട് ആറ് റിഫ്ലെക്സീവ് അല്ല. ഇനി ഒരെണ്ണം കൂടി നമുക്ക് ചെക്ക് ചെയ്യണമല്ലോ. എന്തുവാ അത്? ട്രാൻസിറ്റീവ് ആണ് ഇനി ചെക്ക് ചെയ്യാനുള്ളത് അല്ലേ? അപ്പോൾ ട്രാൻസിറ്റീവിൻ്റെ കണ്ടീഷൻ എന്തുവാണ്? ട്രാൻസിറ്റീവ് കണ്ടീഷൻ ഞാൻ ഇവിടെ എഴുതുവാണ്. ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ റിലേഷനാണ്. ട്രാൻസിറ്റീവ് റിലേഷനിൽ പറയുന്നത് എന്തുവാണ്? ഇഫ് A, B belongs to R and B, C belongs to R, then A, C belongs to R അല്ലേ? ഇതാണ് നമ്മുടെ ട്രാൻസിറ്റീവ് റിലേഷൻ്റെ കണ്ടീഷൻ. അപ്പോൾ ഇതനുസരിച്ചിട്ടാണെങ്കിൽ നമുക്കിവിടെ എന്താ എടുക്കേണ്ടത്? രണ്ട് സ്ട്രെയിറ്റ് ലൈൻസ് എടുക്കുന്ന L1 L2 മാത്രം പോരാ, L3യും വേണം അല്ലേ? സപ്പോസ് L1 L2 ഇത് L3 ആണെന്ന് ചോദിക്കും.
L1 L2 L3 എന്നാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പം L1 പെർപെൻഡിക്കുലർ ടു L2, L1 L2 എന്ന് നമ്മൾ ഓർഡേഡ് പെയർ എടുക്കുമ്പോൾ L1 പെർപെൻഡിക്കുലർ ടു L2 എന്നുള്ള ഫോമിൽ എടുത്തു. L2 L3 എടുക്കുമ്പോൾ L2 ഈസ് പെർപെൻഡിക്കുലർ ടു L3. ഓക്കെ, ബട്ട് L1ഉം L3യും പെർപെൻഡിക്കുലർ ആണോ? അല്ല, അവ തമ്മിൽ എന്തുവാണ്? പാരലൽ ആണ്. അപ്പോൾ ഈ കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല. അപ്പോൾ എക്സാമ്പിൾ സൈഡിൽ കാണുമ്പോൾ നമുക്ക് കാര്യം മനസ്സിലാവുന്നത് അല്ലേ? അതുകൊണ്ട് ഈ എക്സാമ്പിൾ ഇവിടെ സൈഡിൽ ഇങ്ങനെ നിന്നോട്ടെ, നമുക്കിത് വെച്ചിട്ട് പ്രോബ്ലം ചെയ്ത് കാണിച്ചിട്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഇവിടെ എന്തും എടുക്കുവാണ്? L1 L2ഉം L2 L3 എന്ന് പറഞ്ഞ് രണ്ട് പെയർ എടുക്കുവാണ് അല്ലേ? ലെറ്റ് L1, L2 belongs to R and L2, L3 belongs to R. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? L1, L2 belongs to R എന്ന് പറഞ്ഞാൽ therefore L1 is perpendicular to L2 and L2, L3 belongs to R എന്ന് പറഞ്ഞാൽ L2 is perpendicular to L3. അതായത് മീനിങ്. ഓക്കെ, അപ്പം ഇതിൻ്റെ മീനിങ് L1 perpendicular to L2 and L2 perpendicular to L3 എന്ന് പറഞ്ഞാൽ L1 perpendicular to L3 എന്നാണോ മീനിങ്? ഇല്ല, it does not implies. Therefore L1 is not perpendicular to L3. L3ക്ക് പെർപെൻഡിക്കുലർ, L1 എന്തിന് പെർപെൻഡിക്കുലർ അല്ല? L3ക്ക് പെർപെൻഡിക്കുലർ അല്ല. Therefore L1, L3 does not belongs the relation set. റിലേഷൻ സെറ്റിനകത്ത് L1, L3 ഇല്ല. അപ്പോൾ നമ്മുടെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല. L1, L2 ആറിലുണ്ട്, L2, L3 ആറിലുണ്ട്, ബട്ട് L1, L3 ആറിനകത്ത് വരുന്നില്ല. കാരണം L1, L3 എന്തുവാണ്? ഇവിടെ പാരലൽ ലൈൻസ് ആണ്. therefore അത് എന്തല്ല? therefore ക്യാപിറ്റൽ R ഈസ് നോട്ട് ട്രാൻസിറ്റീവ് അല്ല. ഓക്കെ, അപ്പോൾ അവർ പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. നമ്മൾ 3 കാര്യം ചെയ്തു. R സിമെട്രിക് ആണോ എന്ന് ചോദിച്ചു, സിമെട്രിക് ആണെന്ന് പ്രൂവ് ചെയ്തു. നമ്മൾ റിഫ്ലെക്സീവ് അല്ല എന്ന് പറഞ്ഞു, നമ്മൾ റിഫ്ലെക്സീവ് അല്ല എന്ന് എക്സാമ്പിൾ എടുത്ത് പറഞ്ഞു. ആ എക്സാമ്പിൾ ഇവിടെ സൈഡിൽ കാണിച്ചേക്കണേ. അത് ട്രാൻസിറ്റീവ് അല്ല എന്ന് പറഞ്ഞു, ട്രാൻസിറ്റീവ് അല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ദ റിലേഷൻ R in the set of integers, in the set Z of integers given by R is equal to ordered pair A, B such that 2 divides BA minus B is a equivalence relation. അതായത് നമുക്ക് അടുത്ത റിലേഷൻ R എന്ന് പറയുന്നത് ഇക്വലൻസ് റിലേഷൻ എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ R എന്ന് പറയുന്ന ഈ റിലേഷൻ ഏത് സെറ്റിനകത്താണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്? R എന്ന് പറയുന്ന റിലേഷൻ ഡിഫൈൻ ചെയ്തേക്കുന്നത് സെറ്റ് ഓഫ് ഇൻഡിജേഴ്സ്. അപ്പോൾ ഇൻഡിജേഴ്സിന് നമ്മൾ എപ്പോഴും Z എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത് അല്ലേ? ഇൻഡിജേഴ്സിന് നമ്മൾ എപ്പോഴും Z എന്നാണ് ഡിനോട്ട് ചെയ്യണേ. വിച്ച് ഈസ് ഈക്വൽ ടു സെറ്റ് എന്തുവാണ്? ബോത്ത് പോസിറ്റീവും നെഗറ്റീവും ഉള്ള സെറ്റിനാണല്ലേ നമ്മൾ പറയുന്നത്. etc. -4, -3, -2, -1, 0, 1, 2, 3, 4. അതായത് ഒരേ നമ്പറിന് തന്നെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. ഇങ്ങനത്തെ സെറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻഡിജേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഇൻഡിജേഴ്സിൻ്റെ സെറ്റിനകത്താണ് റിലേഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. റിലേഷൻ എന്താ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? R is equal to set ordered pair A, B such that 2 divides A minus B. അതായത് ഈ ഇൻറ്റീജർ സെറ്റിനകത്തുള്ള ഏതെങ്കിലും 2 എലമെൻറ്റ്സ് A, B എന്ന് പറഞ്ഞാൽ 2 പേര് എടുത്തോളൂ. ആ 2 പേര് എടുത്തിട്ട് അവയെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അവയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള നമ്പേഴ്സിൻ്റെ സെറ്റ് തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിലേഷൻ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനത്തെ റിലേഷൻ സെറ്റ് എന്താണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അങ്ങനത്തെ റിലേഷൻ സെറ്റ് ഇക്വലൻസ് റിലേഷനാണെന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഒരു എക്സാമ്പിളായിട്ട് ഞാനിത് പറഞ്ഞു തരാം വേണമെങ്കിൽ. 4ഉം 2ഉം നമ്മളെടുത്തു. A എന്ന് പറയുന്ന 4ഉം B എന്ന് പറയുന്നത് 2 ആണെന്ന് വെച്ചോളൂ. അപ്പോൾ 4 - 2 എന്ന് പറഞ്ഞാൽ എന്തുവാണ്? 2 ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടത്തില്ലേ? അപ്പോൾ അങ്ങനെയുള്ളത് ഇപ്പോൾ ഈ 4ഉം 2ഉം നമുക്ക് ഇതിനകത്ത് എടുക്കാം. 4, 2. അതുപോലെ ഇങ്ങനെയുള്ള എന്തുവാ ഓർഡേഡ് പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മുടെ റിലേഷൻ സെറ്റ് എന്ന് പറയുന്നത്. നമുക്കപ്പോൾ അതെല്ലാം എഴുതേണ്ട, നമുക്ക് കാര്യം മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. അപ്പോൾ ഇക്വലൻസ് റിലേഷൻ നമുക്കറിയാം. എന്താണ് ഇക്വലൻസ് റിലേഷൻ? നമുക്ക് ഒരു റിലേഷന് റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനത്തെ റിലേഷൻ എന്തെന്ന് പറയാം? ഇക്വലൻസ് റിലേഷൻ എന്ന് പറയാം. അപ്പം റിഫ്ലെക്സീവിൻ്റെ കണ്ടീഷൻ എന്തുവാണ്? ഇപ്പോൾ തന്നെ നമ്മൾ കുറേ പ്രോബ്ലം ആയി. അപ്പോൾ റിഫ്ലെക്സീവിൻ്റെ കണ്ടീഷൻ എല്ലാവർക്കും അറിയാം. എങ്കിലും നമ്മൾ എപ്പോഴും ഇതേപോലെ റിഫ്ലെക്സീവിൻ്റെ കണ്ടീഷൻ എഴുതുവാണ്. ഇഫ് A belongs to capital A, for all A belongs to capital A, A, A belongs to relation set. ഒരു A എന്ന് പറയുന്ന നമ്മുടെ സെറ്റിനകത്തുള്ള ഓരോ എലമെൻറ്റിനും A, A എന്ന് പറയുന്ന ഓർഡേഡ് പെയർ റിലേഷൻ സെറ്റിൽ ഉണ്ടാവും. അതായത് ഇൻറ്റിജർ ഇസെറ്റിനകത്തുള്ള ഓരോ എലമെൻറ്റിനും ഇവിടുത്തെ കണ്ടീഷൻ എങ്ങനെയാണ് വരേണ്ടത്? A എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് നമ്മുടെ ഇൻറ്റിജർ സെറ്റിൽ നമ്മുടെ A എന്ന് പറയുന്നത് ഇവിടുത്തത്. ആ ഇൻറ്റിജർ സെറ്റിലുള്ള ഓരോ എലമെൻറ്റിനും A, A എന്ന് പറയുന്നത് എന്തായിരിക്കണം? ആ സെറ്റിന് ഉണ്ടായിരിക്കണം. ഇംപ്ലൈസ് എങ്ങനെയാണ് ഇത് എഴുതേണ്ടത്? 2 divides
എ മൈനസ് എ. എ മൈനസ് എ എന്ന് പറയുമ്പോൾ നോക്കി എ കോമ എ ആറിലുണ്ടെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? 2 ഡിവൈഡ്സ് എ മൈനസ് എ, വിച്ച് ഇംപ്ലൈസ് 2 ഡിവൈഡ്സ് 0. 2 ഡിവൈഡ്സ് എ മൈനസ് എ എന്ന് പറഞ്ഞാൽ 0 അല്ലേ? 0 എന്ന് പറഞ്ഞാൽ 0യെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 0/2 ഇസ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. ബട്ട് 2/0 ഇൻഫിനിറ്റി ആണ്. 0 എന്ത് നമ്പർ വന്നാലും നമുക്ക് വാല്യൂ ഉണ്ട്, 0 എന്ന് കിട്ടും. ഓക്കെ, therefore എന്താ? എ കോമ എ ബിലോങ്സ് ടു റിലേഷൻ സെറ്റ്. therefore ക്യാപിറ്റൽ ആർ ഈസ് റിഫ്ലെക്സീവ്. ക്യാപിറ്റൽ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? റിഫ്ലെക്സീവ് റിലേഷൻ ആണ് നമുക്ക് കിട്ടി. ക്യാപിറ്റൽ ആർ ഈസ് റിഫ്ലെക്സീവ് റിലേഷൻ. ഓക്കെ, അതായത് നമ്മളിപ്പോൾ 2 എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് എടുക്കണമെന്ന് വെച്ചോളൂ. 2 മൈനസ് 2 എന്താണ്? 0. 0/2 എന്ന് പറയുന്നത് 0. അപ്പോൾ അതായി എഴുതി വയ്ക്കുന്നത്. ഇനി അടുത്ത് നമുക്ക് എന്താ പ്രൂവ് ചെയ്യാനുള്ളത്? സിമെട്രിക് ആണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് അല്ലേ? അപ്പോൾ സിമെട്രിക്കിൻ്റെ റിലേഷൻ എന്താണ്? സിമെട്രിക് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇഫ് എ കോമ ബി ബിലോങ്സ് ടു ആർ, ദെൻ ബി കോമ എ ബിലോങ്സ് ടു ആർ. റിലേഷൻ സെറ്റിനകത്തുള്ള ഒരു ഓർഡേഡ് പെയറിനെ തിരിച്ചെഴുതുന്ന റിലേഷൻ എന്തുവാണ്? സെറ്റും അതിനകത്ത് തന്നെ ഉണ്ടാവണം. അത് കറക്റ്റാണോ എന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഇതിനകത്ത് എ കോമ ബി എന്ന് പറയുന്ന ഒരാൾ നമ്മുടെ ഈ റിലേഷൻ സെറ്റിലുണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെയാണെങ്കിൽ കണ്ടീഷൻ അനുസരിച്ച് എങ്ങനെയാണ് എഴുതേണ്ടത്? 2 ഡിവൈഡ്സ് എ മൈനസ് ബി. ഓക്കെ, ഈ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ് ഈ റിലേഷൻ എടുത്ത് എഴുതിയിരിക്കുന്നത്. ഇത് തിരിച്ചു വന്നാൽ കറക്റ്റ് ആവുമെന്ന് നോക്കാം. വിച്ച് ഇംപ്ലൈസ് ബി മൈനസ് എ 2 ഡിവൈഡ് ചെയ്യുമെന്ന് നോക്കാം. നമുക്കൊരു എക്സാമ്പിൾ എടുത്തതിന് നോക്കാം. ഇപ്പോൾ ഇതാ പറഞ്ഞില്ലേ 4 മൈനസ് 2 ഇസ് ഈക്വൽ ടു 2 വന്നു, 2/2 ഇസ് ഈക്വൽ ടു 1 ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് എ, ഇത് ബി. ഓക്കെ, അപ്പോൾ അതിനെ തിരിച്ച് പറയാമെന്ന് പറഞ്ഞാൽ എന്താ? ബി മൈനസ് എ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണ്? 2 മൈനസ് 4. 2 മൈനസ് 4 എന്ന് പറഞ്ഞാൽ എന്താ? -2. -2/2 എന്ന് പറയുന്നത് എന്തുവാണ്? -1. അപ്പോൾ അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയല്ലോ. തിരിച്ച് ബി മൈനസ് എ എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ക്വാണ്ടിറ്റി ആണെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റിയല്ലോ 2 കൊണ്ട്. അപ്പോൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലേ? therefore which implies 2 divides b minus a. 2 ഡിവൈഡ്സ് ബി മൈനസ് എ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? എ കോമ ബി ആറിലെ എലമെൻ്റ് ആയതുകൊണ്ടാണ് 2 ഡിവൈഡ്സ് എ മൈനസ് ബി. അപ്പോൾ ബി മൈനസ് എ 2 ഡിവൈഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? ബി കോമ എ ബിലോങ്സ് ടു റിലേഷൻ സെറ്റ് ആർ. അപ്പോൾ എ ബി ആറിലുണ്ടെങ്കിൽ ബി എ ആറിലുണ്ട്. therefore ക്യാപിറ്റൽ ആർ ഈസ് സിമെട്രിക് റിലേഷൻ. ക്യാപിറ്റൽ ആർ എന്ത് റിലേഷനായി? സിമെട്രിക് റിലേഷനായി. ഇനി നമ്മുടെ ഒരു കാര്യം കൂടിയല്ലേ ബാക്കിയുള്ളൂ. ഏതാ ഇനി പ്രൂവ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളത്? ഇനി നമുക്ക് പ്രൂവ് ചെയ്യാൻ ബാക്കിയുള്ളത് ട്രാൻസിറ്റീവ് റിലേഷനാണ്. അപ്പോൾ ട്രാൻസിറ്റീവ് റിലേഷൻ്റെ കണ്ടീഷൻ എന്തുവാണ്? ട്രാൻസിറ്റീവ് റിലേഷൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഇഫ് എ കോമ ബി ആൻഡ് ബി കോമ സി, ഇഫ് എ കോമ ബി ബിലോങ്സ് ടു ആർ ആൻഡ് ബി കോമ സി ബിലോങ്സ് ടു ആർ, ദെൻ എ കോമ സി ബിലോങ്സ് ടു ആർ അല്ലേ? ആദ്യത്തെ അവസാനത്തെ ആൾ ആറിലുണ്ടാവും. ഇതാണ് നമ്മുടെ യഥാർത്ഥ കണ്ടീഷൻ. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്കൊന്ന് പ്രൂവ് ചെയ്ത് നോക്കാം. ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്തൊരു ചെറിയ സ്റ്റെപ്പ് വരുന്നുണ്ട്. അതുകൊണ്ടൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ. ഇഫ് നമ്മളിവിടുത്തെ പോലെ എടുക്കുവാണ്, എ കോമ ബി ബിലോങ്സ് ടു ആർ ആൻഡ് ബി കോമ സി ബിലോങ്സ് ടു ആർ. ഇംപ്ലൈസ് ചെയ്യുന്നത് എന്താണ്? എ കോമ ബി ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ ഓക്കെ. അപ്പോൾ ഈ കണ്ടീഷൻ നമ്മൾ എ കോമ ബി ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്? ഈ പറഞ്ഞിരിക്കുന്ന ഇവിടുത്തെ ഇതനുസരിച്ച് 2 ഡിവൈഡ്സ് എ മൈനസ് ബി ആൻഡ് ബി കോമ സി ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ 2 ഡിവൈഡ്സ് ബി മൈനസ് സി. ഇതിവിടെ നിൽക്കട്ടെ. നമുക്കിനി എന്താ കാണിക്കേണ്ടത്? 2 ഡിവൈഡ്സ് എ മൈനസ് സി എന്ന് കാണിക്കണം. എന്നാലല്ലേ എ കോമ സി ബിലോങ്സ് ടു ആർ. എ കോമ സി ബിലോങ്സ് ടു ആർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ ശരിക്കും കാണിക്കാനുള്ളത്? 2 ഡിവൈഡ്സ് എ മൈനസ് സി എന്ന് കാണിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എ മൈനസ് സി എടുക്കും. എ മൈനസ് സീനെ സെപ്പറേറ്റഡ് എടുത്തിട്ട് എ മൈനസ് സീനെ നമുക്കിങ്ങനെ എഴുതാം. എ മൈനസ് സി ഈസ് ഈക്വൽ ടു എയുടെ കൂടെ ഞാനൊരു ബി ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു, മൈനസ് സി. അതായത് എ മൈനസ് സിയുടെ ഇടയ്ക്ക് ഞാനൊരു ബി ആഡ് ചെയ്തു, സബ്ട്രാക്ട് ചെയ്തു. ബട്ട് സബ്ട്രാക്ട് ചെയ്ത ആളെ ഞാൻ ആദ്യം എഴുതാൻ കാരണം എനിക്കിവിടെ ഒരു എ മൈനസ് ബി ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബി ആദ്യം, മൈനസ് ബി എന്നുള്ളത് ആദ്യം എഴുതിയത്. ബി മൈനസ് സി ഉള്ളത് കൊണ്ടാണ് ബി രണ്ടാമത് എഴുതിയത്. ഇപ്പം നമുക്കറിയാം ഈ എ മൈനസ് ബീനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ബി മൈനസ് സിനെയും 2 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോരുത്തരെയും 2 ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എ മൈനസ് ബി പ്ലസ് മൈനസ് സി ദ ഹോൾ ബൈ 2 എന്നല്ലേ? അതായത് ഈ എ മൈനസ് സിനെയും 2 ഡിവൈഡ് ചെയ്യുന്നല്ലേ എൻ്റെ അർത്ഥം? വിച്ച് ഇംപ്ലൈസ് എന്തുവാ? എ മൈനസ് ബി. മനസ്സിലായല്ലോ? എ മൈനസ് സിനെ നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇടയ്ക്കൊരു ബി ആഡ് ചെയ്യുന്നു, സബ്ട്രാക്ട് ചെയ്യുന്നു. ബട്ട് സബ്ട്രാക്ട് ചെയ്യുന്ന ബീനെ നമ്മൾ ആദ്യം കൊടുക്കും, ആഡ് ചെയ്യുന്ന ആൾ രണ്ടാമത് കൊടുക്കും. കാരണം നമുക്ക് ഈ കണ്ടീഷൻ പോലെ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. വിച്ച് ഈസ് ഡിവിസിബിൾ ബൈ
which implies which is divisible by 2, which is divisible by 2, which implies a minus c, അല്ലെങ്കിൽ 2 divides a minus c, that is a comma c belongs to R. അപ്പോൾ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എനിക്ക് ഇതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റാത്ത കാരണം ഞാൻ എ മൈനസ് സി എ എടുത്തു. നമുക്ക് എ കോമ സി ബിലോങ്സ് ടു ആർ എന്ന് പറഞ്ഞാൽ എ മൈനസ് സി എ 2 ഡിവൈഡ്സ് എ മൈനസ് സി എന്ന് എഴുതണം. അപ്പോൾ 2 ഡിവൈഡ്സ് എ മൈനസ് സി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഈ എ മൈനസ് സിക്ക് 2 ഡിവൈഡ് ചെയ്യണമെന്ന് പ്രൂവ് ചെയ്യാൻ എനിക്ക് ഇത് രണ്ടുപേരല്ലേ കയ്യിലുള്ളൂ. അപ്പോൾ ഇവരുമായിട്ട് എന്തെങ്കിലും റിലേഷൻ സ്ഥാപിക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ എ മൈനസ് ബി വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു മൈനസ് ബി ഇട്ടത്. അപ്പോൾ അങ്ങനെ ഒരു മൈനസ് ബി വെറുതെ ഒരു ഇക്വേഷനിൽ കൊടുക്കാൻ പറ്റത്തില്ല, ഇത് ഈക്വൽ ആവത്തില്ല. അപ്പോൾ അതിനൊരു പ്ലസ് ബിയും കൂടി ഇടണം. എ മൈനസ് ബിനെ ഒന്നിച്ചെടുത്തു, ബി മൈനസ് സിനെ ഒന്നിച്ചെടുത്തു. ഓരോരുത്തരെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഇവരെ മൊത്തത്തിൽ എന്താ ഡിവിസിബിൾ ബൈ 2 എന്നല്ല എൻ്റെ അർത്ഥം. ഇത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന ഈക്വലിറ്റിൻ്റെ ഇപ്പുറത്തുള്ള ഈ ആളെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നല്ല എൻ്റെ അർത്ഥം. therefore 2 divides a minus c, which implies a comma c belongs to R. therefore capital R is transitive. capital R എന്ന് പറഞ്ഞാൽ എന്ത് റിലേഷനായി? ക്യാപിറ്റൽ ആർ ഈസ് ട്രാൻസിറ്റീവ് റിലേഷൻ. അപ്പോൾ ഇപ്പോൾ ക്യാപിറ്റൽ ആർ എന്തൊക്കെയായി? ക്യാപിറ്റൽ ആർ റിഫ്ലെക്സീവ് റിലേഷനായി, ക്യാപിറ്റൽ ആർ സിമെട്രിക് ആയി ആൻഡ് ട്രാൻസിറ്റീവ് റിലേഷനായി. therefore ക്യാപിറ്റൽ ആർ ഈസ് ആൻ ഇക്വലൻസ് റിലേഷൻ. ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത് ഒരു ഇക്വലൻസ് റിലേഷനാണ്. ഇപ്പോൾ നമ്മുടെ NCERT ടെസ്റ്റിനകത്തുള്ള എല്ലാ പ്രോബ്ലവും എക്സാമ്പിൾ പ്രോബ്ലം അതിനകത്ത് വർക്കൗട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് എക്സസൈസ് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ എക്സസൈസ് ക്വസ്റ്റ്യൻ മാക്സിമം നമ്പർ ഓഫ് എക്സസൈസ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിടാനാണ് അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത്.